ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ നിർണായക നീക്കവുമായി ലോകശക്തികൾ. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ഇറാന്റെ നീക്കങ്ങളെ ശക്തമായി അപലപിച്ചു. കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉചിതമായ ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്ന് ഈ രാജ്യങ്ങൾ അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത്. കടലിടുക്കിൽ മൈനുകൾ വിന്യസിക്കുന്നതും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതും ഇറാൻ ഉടൻ നിർത്തലാക്കണമെന്ന് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഇവർ ഓർമ്മിപ്പിച്ചു. യുദ്ധം കാരണം തകിടം മറിഞ്ഞ ആഗോള ഊർജ്ജ വിപണിയെ സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കടലിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണെന്നും ഇറാന്റെ നടപടികൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ, പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗങ്ങളെയാണ് ബാധിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം 20 ദിവസം പിന്നിടുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. 10 എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ 23 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇതുവരെ ആക്രമണമുണ്ടായി. ഹോർമൂസ് തുറക്കാൻ നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യശക്തികളുടെ സഹായം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോട് പെട്ടെന്ന് പ്രതികരിച്ചില്ലെങ്കിലും ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും തയ്യാറാണെന്ന സൂചനയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ നടത്തുന്ന മിസൈൽ വർഷം ഗൾഫ് മേഖലയിലെ എണ്ണവാതക പ്ലാന്റുകൾക്ക് വൻ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനൊരുങ്ങി ഇറാൻ ഭരണകൂടം. കപ്പൽ ഗതാഗതം, ഇന്ധന കൈമാറ്റം, ഭക്ഷ്യവിതരണം എന്നിവയ്ക്കായി ഈ പാത ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതിനുള്ള ബിൽ ഇറാൻ പാർലമെന്റിന്റെ പരിഗണനയിലാണെന്ന് ഇറാനിയൻ സ്റ്റുഡൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിക്കുന്നതോടെ ഹോർമൂസ് കടലിടുക്കിൽ പുതിയ നിയമങ്ങൾ നിലവിൽ വരുമെന്നും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്കുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ശത്രു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളുടെ ഗതാഗതം ഇറാൻ ഹോർമൂസിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ഈ പ്രദേശത്ത് 20ഓളം വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ലോകത്തിലെ ഏറ്റവും സുപ്രധാന ഊർജ്ജ വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കയറ്റുമതിയുടെ 80% ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് എത്തുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് എന്നീ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പാതയെയാണ്. ഇറാന്റെ പുതിയ നീക്കം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണത്തെ തുടർന്ന് തുടരുന്ന സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് യുദ്ധകാല ഇൻഷുറൻസ് ഉറപ്പാക്കാൻ 1000 കോടി രൂപയുടെ ഫണ്ട് സ്വരൂപിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ ഈ മേഖലയിലെ സേവനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. ഇതോടെ ചരക്കു നീക്കം കൂടുതൽ ചെലവേറിയതാവുകയും ഇൻഷുറൻസ് ലഭിക്കാൻ പ്രയാസമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ധനമന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. സംഘർഷബാധിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യയിലെ ആഭ്യന്തര ഇൻഷുറൻസ് കമ്പനികളുടെ കവറേജ് ലഭിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് പിന്തുണയോടെയുള്ള ഈ റീ ഇൻഷുറൻസ് സംവിധാനം വലിയ സാമ്പത്തിക നഷ്ടം നികത്താൻ സഹായിക്കും. 2022 റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് GIC റേ നിയന്ത്രണത്തിൽ രൂപീകരിച്ച മറൈൻ കാർഗോ എക്സ്ക്ലൂഡഡ് ടെറിട്ടറി പൂൾ എന്ന ഇൻഷുറൻസ് മാതൃകയിലായിരിക്കും ഇതിന്റെയും പ്രവർത്തനം. നിലവിൽ അത്തരം സംവിധാനങ്ങൾ വഴി ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിലേക്കുള്ള ചരക്കു നീക്കത്തിന് 484 കോടി രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്നുണ്ട്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് GIC റേ തന്നെയാകും ഈ പുതിയ പദ്ധതിയുടെയും ചുമതല വഹിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ അസംസ്കൃത എണ്ണയുമായി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് പുറമെ സാധാരണ ചരക്ക് കപ്പലുകൾക്കും ഈ ഇൻഷുറൻസ് സുരക്ഷ ലഭ്യമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.